പുളിയുണ്ടോ ദിവി? പുളിയുണ്ട് അല്ലേ? ഒരു മിനിറ്റ് പറഞ്ഞു മോനെ സോറി ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. അപ്പൊ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ അപ്പൊ ഗ്ലൂഗൺ ഹാക്ക് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എത്രാമത്തെയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത് എത്രാമത്തെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് വന്ന് നമ്മുടെ കമന്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് കമന്റ് സെഷനിൽ ആ കൃത്യമായിട്ട് പറയുന്ന ആളുടെ പേര് നമ്മൾ പ്രത്യേകം പറയുന്നതായിരിക്കും. ആരാണ് ഈ ഒരു എന്താ പറയാ കൃത്യമായിട്ട് ഇത് കണ്ടുപിടിക്കണ ആ കോമ്പറ്റീഷനിൽ ജയിച്ച ആളുടെ പേര് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ എന്താ പറയുക, ഗ്ലൂഗൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് ഗ്ലൂഗൺ ഹാക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വേറെ കുറച്ച് ഗ്ലൂഗൺ ഹാക്സ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് ഗ്ലൂഗൺ ഹാക്സ് ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഗ്ലൂഗൺ കയ്യിലുള്ളവരൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണിച്ചത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ഒക്കെ എല്ലാവരും കിട്ടും. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ കമന്റ് ചെയ്ത എല്ലാവരുടെ പേരും നമ്മൾ ഈ വീഡിയോന്റെ കമന്റ് സെക്ഷനിൽ പ്രത്യേകം പറയുന്നതാണ്. അപ്പൊ ആരും ഇനി കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കട്ടെ. എല്ലാവരും കമന്റ് ചെയ്തോളൂ, ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പൊ എന്താ പറയുക, പിന്നെ അധികം സമയങ്ങളുടെ വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സോ let's get started. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഹാക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാക്കാണ്. ഇത് കൊച്ചുകുട്ടിക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കീ ചെയിൻ ആണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും കീ ചെയിൻ ഇഷ്ടമായിരിക്കില്ല. അപ്പൊ കീ ചെയിൻ ഇഷ്ടമുള്ള ഒരു താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ ആരുടെ ദീപിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഏത് കടയിൽ പോയാലും അവരിങ്ങനെ പോയിട്ട് കീ ചെയിൻ മേടിക്കാൻ വേണ്ടി നോക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു മേടിച്ചു കൊടുത്തു എന്നിരിക്കും, എപ്പോഴും ഒരു മേടിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ എന്താ പറയാ, നിങ്ങൾക്കും ഇതേപോലെ കീ ചെയിൻ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികളല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കീ ചെയിൻ ഉണ്ടാക്കാമെന്നാണ് നമ്മളിപ്പോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ സ്റ്റിക്ക് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്ലൂ സ്റ്റിക്ക് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിന് സ്കെച്ച് വെച്ചിട്ട് ഇങ്ങനെ പല കളർ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ക്ലിയർ നെയിൽ പോളിഷ് ഗ്ലിറ്ററോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മളതൊന്ന് കളർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിലാക്കി ഇങ്ങനെ കൊളത്തിടുക, അല്ലെങ്കിൽ കീ ചെയിൻ ഉണ്ടാവുമല്ലോ അത് കൊളത്തിടുക. അപ്പൊ ഒരു അടിപൊളി സൂപ്പർ കീ ചെയിൻ കിട്ടുന്നതാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇത് വർക്കൗട്ട് ആവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ കീ ചെയിൻ നമ്മൾ ഉണ്ടാക്കിയത്. നിങ്ങക്ക് തിളക്കം കാണാണ്ടോന്ന് അറിയില്ല, കാണാണ്ട കണ്ട നോക്കിയ കീ ചെയിൻ തിളങ്ങണില്ലേ? ഇതിപ്പോ ഏത് ആംഗിളിൽ വെച്ചിട്ട് തിളങ്ങാൻ നോക്കട്ടെ. കണ്ട പല ഇതൊക്കെ ആയിട്ട് നല്ല തിളക്കുണ്ട് കേട്ടോ കീ ചെയിന്. ഇതെന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു ഗ്ലൂ സ്റ്റിക്ക് എടുത്തേക്കാണ്. അപ്പൊ ഒരു ഗ്ലൂ സ്റ്റിക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ പല സ്കെച്ച് കൊണ്ട് ഇങ്ങനെ സ്കെച്ച് കൊണ്ട് അടിക്കുമ്പോൾ സത്യം പറയണമെങ്കിൽ ഇതിലിങ്ങനെ കളർ പിടിക്കണില്ല. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് അടിച്ചു കൊടുത്തേക്കാണ്. ഇപ്പൊ ഏത് ആംഗിളിൽ വെച്ചാലും നല്ലോണം കാണാൻ പറ്റും. നേരിട്ട് കാണുമ്പോ നല്ല കളർ നല്ല തിളക്കമുണ്ട്, ക്യാമറയിൽ കാണുമ്പോഴാണ്. അതന്നെ കറക്റ്റ്. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്കെച്ച് ഇങ്ങനെ അടിച്ചു കൊടുത്തു. അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനെ ഒന്ന് എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സൂപ്പർ ആക്കാവുന്നതുള്ളൂ. നമ്മള് ഗ്ലിറ്ററിന്റെ നെയിൽ പോളിഷ് നമ്മുടെ കയ്യിലുണ്ടാകും. അപ്പൊ അത് അടിച്ചു കൊടുത്തു. അപ്പൊ നല്ല സൂപ്പർ ആയിട്ടാ. പിന്നെ ബാക്കിൽ നമ്മളെ ഒരു മാലയുടെയോ ഒരു ബ്രേസ്ലെറ്റിന്റെയോ അങ്ങോട്ട് ഒരു ചെയിനാണ് കേട്ടോ. നമ്മുടെ കീ ചെയിൻ അല്ല, ഈ ബ്രേസ്ലെറ്റ് ചെയിൻ ആയിരുന്നു. അപ്പൊ അതെടുത്തിട്ട് നമ്മള് കഷ്ണമായിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഇതിന്റെ ഉള്ളിലേക്ക് കുത്തി കയറ്റി കൊടുത്തു. അതല്ല അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉണ്ടാക്കണതിൽ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഒരു അടിപൊളി ഹാക്കാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു ഹാക്ക് നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം? നമുക്ക് ഇതിനൊരു 10 മാർക്ക് കൊടുക്കാം. കാരണം വളരെ സിമ്പിൾ ആണ്, എന്നാൽ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ഒരു ടൈപ്പ് ഇറങ്ങേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ട് കുഞ്ഞു കുപ്പികളുടെ ക്രിസ്റ്റലിന്റെ കുപ്പികളുടെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഓരോ നമ്മളെ ഗ്ലിറ്റേഴ്സ് ഒക്കെ ഇടാൻ നല്ലൊരു സംഭവമാണ്. അപ്പൊ അതുപോലത്തെ ഒരു മോഡലായിട്ടുണ്ട്. അത് ഒരു ക്രിസ്റ്റൽ ടൈപ്പ് കീ ചെയിനാന്ന് നിങ്ങൾക്ക് തോന്നും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇത് നേരിട്ട് കാണുന്ന ആഗ്രഹമുള്ളവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഫോട്ടോ കൊടുക്കട്ടോ. അപ്പൊ ഇതൊരു അടിപൊളി ഹാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആണ്, ഗ്ലൂ സ്റ്റിക്ക് അടിക്കാൻ പറയാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം.
അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഒരു ഭയങ്കര അടിപൊളി ഹാക്കാണ്. അപ്പോൾ ഈ ഒരു ഹാക്കിൽ നമ്മുടെ സ്കൂളിലൊക്കെ തുറന്നിരിക്കുന്ന സമയമില്ല, സ്കൂൾ തുറന്നിരിക്കുന്ന സമയമില്ല, കുറച്ച് കാലമായി തുറന്നിട്ട്, എന്നാലും നിങ്ങൾക്ക് ഒരു പൗച്ചൊക്കെ കൊണ്ടുപോകാം. ഒരു പൗച്ചാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മുടെ ഇങ്ങനെ ഒരു പ്രിങ്കിൾസ്, നമ്മൾ കുട്ടികളൊക്കെ പ്രിങ്കിൾസ് ഒക്കെ കഴിക്കണവരായിരിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രിങ്കിൾസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇങ്ങനെ ഒരു ബോക്സ് പോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്തിട്ട് നമ്മൾ ഒരു അടിപൊളി പൗച്ച് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഇനി നിങ്ങൾ നാളെ തൊട്ട് നിങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ആ പൗച്ചും കൊണ്ട് പോയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാനാണ് ഇവർ കാണിക്കുന്നത്. ഒരു സൂപ്പർ പൗച്ചാണ്. അപ്പോൾ ഒരു ഹാക്ക് വർക്കൗട്ടോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അതാണ് അപ്പൊ ഇത് പെൻസിലിടില്ലേ ഇങ്ങനെ ഇങ്ങനെ പെൻസിലിടില്ലേ ഇങ്ങനെ എല്ലാരും കൂടി ആ പെൻസിൽ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യാം. ഞാൻ പറയട്ടെ. അപ്പൊ ഇതാണ് നമ്മുടെ പൗച്ച്. ദീപിക്ക് പറയുന്നത് കുറെ നേരം, അതുകൊണ്ട് ഞാൻ കൊടുത്തതാണ്. അവള് വളർന്നു വരട്ടെ. അപ്പൊ ഇതാണ് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. കാണിച്ചു കൊടുക്കട്ടെ. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഉണ്ടാക്കിയ പൗച്ചാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ആ ഗ്ലൂ ഗണ്ണിന്റെ മുകളിൽ, അല്ല ഗ്ലൂ ഗണ്ണല്ല, ഇതിന്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അതിന്റെ മുകളിലാക്കി പിന്നെ നമ്മൾ ഈ ഒരു പോർഷൻ ഉണ്ടാക്കി, പിന്നെ ഈ ഒരു പോർഷൻ ഉണ്ടാക്കി, ഈ രണ്ട് പോർഷനുകളും വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. പിന്നെ അവരെ കയ്യിൽ സിബ് വെച്ചിട്ടുണ്ട്. നമ്മൾ സിബ് വെച്ചില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സിബ് ഇല്ല, അതുകൊണ്ട് നമ്മൾ വെച്ചില്ല. പിന്നെ ഇനിയിപ്പോ പാറുടി ഒറിജിനൽ പൗച്ചിന്റെ അതെടുത്ത് കയറി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പൗച്ച് കയറി നമുക്ക് സിപ്പ് കയറി നമുക്ക് ഇതിൽ വെക്കാവുന്നതാണ്. എന്തോ എങ്ങനെ പക്ഷെ ഞാൻ ആ ഒരു സാക്രിഫൈസ് ഞാൻ തയ്യാറായില്ല. അത്രയൊക്കെ ചെയ്യാവുന്നതുള്ളൂ നമുക്ക്. പക്ഷെ എനിക്കൊരു ജീവനിൽ കൊതിയുള്ള കാര്യം ഞാൻ ചെയ്തില്ല. ഇവരെന്റെ പണി കഴിക്കും ഇതൊക്കെ കേടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് തൽക്കാലം ഞാനൊരു പൗച്ചിന് സിബ് വെച്ചില്ല. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനൊരു ഇതേപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പൗച്ച് എടുത്തിട്ട് ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ ആരെങ്കിലും പൗച്ച് എടുക്കുക. എന്നിട്ട് അതിന്റെ സിബ് ഇങ്ങനെ കീറി എടുക്കുക. എന്നിട്ട് ഇതുമ്മ വെച്ചിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് അത് സിബായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പൗച്ചാണ്.
കണ്ട. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇടാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഇതിലൊരു മോതിരം ഇട്ടപ്പോ എന്തുണ്ടായിരുന്നറിയോ, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ കുഴപ്പമില്ല, നേരത്തെ എന്തോ ഒരു സാധനം മോതിരിട്ടപ്പോ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ തൂങ്ങി കിടക്കായിരുന്നു കേട്ടോ. ചില ഓട്ടകൾ കുറച്ച് വലുതുണ്ട് കണ്ടോ, അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തൂങ്ങി വീഴുന്നൊക്കെ വരും. പറയാൻ പറ്റില്ല, വളരെ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് ചിലപ്പോൾ താഴ്ത്തി വീഴും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഈ ഓട്ട കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വലിപ്പം കുറച്ച് ഉണ്ടാക്കണമെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഇങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പോൾ കമ്മല് മാലയൊക്കെ ഇടാനൊക്കെ ഒരു പൗച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഗ്ലൂ സ്റ്റിക്ക് ഒക്കെ ഇഷ്ടം പോലെ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗ്ലൂ സ്റ്റിക്ക് മേടിച്ചിട്ട് മിണ്ടാതിരിക്കണേ, ഗ്ലൂ സ്റ്റിക്ക് മേടിച്ച് കുറേ നേരം ഇരുന്ന് ഉണ്ടാക്കി അതൊരു വേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, ഗ്ലൂ സ്റ്റിക്ക് ഒക്കെ കുറേ ഉണ്ട്, വേറെ പണിയൊന്നുമില്ല. എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്നുള്ളൊരു ഇത് ഉണ്ടാക്കിക്കോ, നിങ്ങൾക്ക് ഒരു നല്ല ഹാക്കായിരിക്കും. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും ഇത് ഉണ്ടാക്കാൻ, അതാണ് പ്രശ്നം. കുറേ നേരം എടുത്തു ഉണ്ടാക്കാൻ. പിന്നെ എൻ്റെ ഗ്ലൂ സ്റ്റിക്ക് മുഴുവൻ തീർന്നു കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ടാണ് ഗ്ലൂ സ്റ്റിക്ക് ഫുള്ള് തീർന്നത്. അപ്പൊ എന്തായാലും ഈ ഹാക്കിന് നമ്മളൊരു 8 മാർക്കൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ഹാക്കറിനെ ഉണ്ടാക്കാൻ അറിയുന്നവർ ഉണ്ടാക്കിയാൽ സൂപ്പർ ആയിരിക്കും. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്, ഇതിന്റെ ഒരു കൊല്ലം കണ്ടറിയാലോ, എന്റെ ഒരു കലാവിരുത് ഞാൻ മൊത്തമായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാനത് ഉണ്ടാക്കുമ്പോൾ കൈമയൊക്കെ ഒരു കൊണ്ടിട്ട് പൊള്ളൊക്കെ ചെയ്തിട്ടാ, വലിയ ചൂടുണ്ടായില്ല. ചില ഗ്ലൂ സ്റ്റിക്കൊക്കെ നല്ല ചൂടായിരിക്കും, ഇത് കൈമ കൊണ്ടാൽ നല്ലോണം പൊള്ളിപ്പോവും. അപ്പൊ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ കൈ പൊള്ളാണ്ടൊക്കെ ഉണ്ടാക്കാം. പൊള്ളിന്ന് പറഞ്ഞിട്ട് അടിയിൽ കമന്റ് ചെയ്യല്ല കേട്ടോ മക്കള്, ചേച്ചിക്ക് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പൊ നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്ക് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹാക്കാണ്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഹാക്കാണിത്. അപ്പൊ ഈ ഹാക്കിൽ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ലൈഡ് എടുത്തേക്കാണ്. ആ സ്ലൈഡ് എടുത്തിട്ട് അതിന്റെ മുകളിൽ ഈ പെൻസിലൊക്കെ നമ്മൾ കളർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർന്നു പോയി എന്ത് ചെയ്യും, നമ്മൾ ആ പെൻസിൽ ചിലപ്പോൾ കളഞ്ഞു വരും. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെയുള്ള പെൻസിൽ നമ്മൾ കളയണ്ട, അതിന് പകരം ആ പെൻസിലുകളെ ഇതിന്റെ മുകളിൽ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കത് സിമ്പിൾ ആയിട്ട് കുത്തിയിട്ട് എവിടേക്ക് വേണമെങ്കിൽ പോകുന്നതാണ് പറയുന്നത്. സ്കൂളിലേക്ക് തന്നെ വേണമെങ്കിൽ നമുക്കത് കുത്തിയിട്ട് പോകാം. അത്യാവശ്യത്തിന് നമുക്ക് പെയിന്റ് അടിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ശബ്ദത്തിന് ഇത് സ്ലൈഡ് വെക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു അടിപൊളി ഹാക്കാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇത് നോക്കട്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ, ഇതെന്താണ്, ഇത് പെൻസിലാണോ സ്ലൈഡാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട, ഇത് സ്ലൈഡാണ്. അപ്പോൾ സ്ലൈഡിൻ്റെ മുകളിൽ നമ്മൾ പഴയ സ്ലൈഡായിരുന്നു, ആ സ്ലൈഡിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഈ പെൻസിലിനെ ഒട്ടിച്ചേക്കാണ്. പെൻസിലിൻ്റെ നീളം ഇത്തിരി കൂടുതലായിരുന്നു സംശയമുണ്ട്, കാരണം ഇത്രയും പെൻസിൽ തീർന്നിട്ടുള്ളൂ. അപ്പോൾ ഈ വെച്ചിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്ലൈഡ് ഉണ്ടാക്കിയാണ്. നല്ല വെറൈറ്റി സ്ലൈഡ് ആയിട്ടില്ലേ, ഇങ്ങനത്തെ ഒരു സ്ലൈഡ് എന്തായാലും നിങ്ങൾ ആരും ഇതുവരെ കുത്തിയിട്ടുണ്ടാവില്ല. ഇവിടെ തലയിൽ കുറച്ച് മുടി ഉണ്ടെങ്കിൽ കുത്തി കൊടുക്കുക. ആൾക്കാർ കണ്ടാ തോന്നുന്നു ഇതെന്ത് ഈ പെൻസിലും തലയിൽ വെച്ച് നടക്കണത്. ചിലപ്പോ നമ്മള് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് അവർ അഡ്മിറ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് ഇതൊക്കെ കുത്തിപ്പോയി കഴിഞ്ഞാൽ. എന്നാലും ഈ ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇങ്ങനത്തെ ഓരോ വെറൈറ്റികളൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സൂപ്പറായിട്ടോ ദിവി, വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. വെറുതെ അല്ലാട്ടോ അവരിത് പറഞ്ഞത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊക്കെ കുത്തിയിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോവാണെങ്കിൽ ഉണ്ടല്ലോ ആൾക്കാർ നമ്മള് എന്തായാലും നമ്മൾ ഒന്നും പറയില്ല, അതൊക്കെ പ്രശ്നം എന്നോടൊന്നും പറയില്ല. അവർ പറയും സാരില്ല മാറി അങ്ങനെ പറയുള്ളൂ. അത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഹാക്കാണ്. അപ്പൊ പെൻസിലൊക്കെ ഇനി ഇതേപോലെ നിങ്ങൾ പെൻസിൽ മാത്രമൊക്കെ ഉണ്ടാക്കി ക്രയോണ് തീർന്ന അതെടുത്തോ. അയ്യോ ദൂരം മുടിയൊക്കെ, ഓ മൈ ഗോഡ്, ഇന്നത്തെ ഈ ഷോ മൊത്തം ഞാനിത് വെച്ചിട്ട് ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട്. ഓ ഭാഗ്യം, ഓ മുടികടയാ, അയ്യോ മുടികട അല്ല, നമുക്ക് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ ഹാക്ക് വിജയിക്കട്ടെ. അപ്പൊ എന്താ പറയാ, അപ്പൊ അതൊരു നല്ലൊരു കോമഡി ആയിട്ടുള്ള ഒരു നല്ലൊരു ഹാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യും. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ. ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനത്തെ പെൻസിലൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി സ്ലൈഡൊക്കെ ഉണ്ടാക്കാം. നിങ്ങൾ 2-3 സ്ലൈഡൊക്കെ വെച്ചിട്ട് ഇപ്പുറത്തൊക്കെ വെച്ച് പോയി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. അപ്പോൾ ഈ ഒരു ഹാക്കിന് ഞാനിടല്ലോ, ഞാനൊരു 10-ൽ 11 മാർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം നല്ല രസമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല വെറൈറ്റി. ഞാൻ കുത്തിയപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു റെയിൻബോ സ്ലൈഡ് പോലെ നല്ലൊരു കളർഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എല്ലാ ഹാക്സും തീർന്നു കേട്ടോ. അപ്പൊ നമ്മുടെ എല്ലാ ഹാക്കും കഴിഞ്ഞേക്കാണ്. അപ്പോൾ നല്ല അടിപൊളി വെറൈറ്റി ഹാക്കുകളായിരുന്നു നമ്മുടെ ഇന്നത്തെ. പിന്നെ ദീപി എന്ന് പറഞ്ഞ പണ്ടത്തെ ദീപി അല്ല, ദീപി വലിയ കുട്ടിയായി. അപ്പോൾ ദീപി നല്ല അലമ്പ് ദീപിയാണ് ഇപ്പോൾ, അതുകൊണ്ട് പറഞ്ഞാൽ അനുസരണമൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ച് കളയണം, ദീപിയുടെ എക്സ്പ്രഷൻസ് കണ്ടിട്ട് നിങ്ങൾ ക്ഷമിച്ച് കളയണം, കാരണം അവൾ അങ്ങനെയാണ്.
പിന്നെ എന്താ പറയാനുള്ളത്, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. പിന്നെ അടിപൊളി കമൻറ്റ്സ് അയക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കമൻറ്റ് സെഷനിൽ ലാസ്റ്റ് വീഡിയോയിൽ കമൻറ്റ് അയച്ച എല്ലാവരും പേര് നമ്മൾ വായിക്കാൻ പോവാണ്. പിന്നെ ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ കമൻറ്റിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പറയുന്നവരുടെ പേര് നമ്മൾ നെക്സ്റ്റ് കമൻറ്റ് സെഷനിൽ വായിക്കുന്നതാണ്. അപ്പോൾ അവരുടെ പേരുകളാണ് റംലാസ് അസ്മദ് 9736, അംബിക ബേബി 8069, ലതാ ബിജു 4710, അർച്ചിത അച്ചു 290, ബ്ലൂ ബട്ടർഫ്ലൈ അക്കാഡമി ആൻഡ് ഡേ കെയർ 4477, അതെൻ്റെ ഒരു ഫ്രണ്ടാണ്. പിന്നെ ഷീജ രഘു TV വെലിമ, പിന്നെ ഡിനി മഹേഷ് 12345, കീർത്തന വ്ളോഗ്സ് 9010, റെഡ് മേക്കർ മീഡിയ, ഗീത VP9DU, കൃഷ്ണാനന്ദ മഞ്ജുഷ് 6372, പിന്നെ @M4 Magic 364. പേര് പറയണതിൽ തെറ്റണെങ്കിൽ ക്ഷമിക്കണം, ചില പേരുകൾ ചെറുതായിട്ട് വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമുക്ക് വളരെ കുറവ് കമൻറ്റ്സ് ഇത്തവണ വന്നിട്ടുള്ളത്, കാരണം നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം വീഡിയോ ഇട്ടല്ല. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടില്ല, എല്ലാവർക്കും നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒന്നും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല, കാരണം ഇത്രയും ഗ്യാപ്പ് വന്ന കാരണം. അപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ പറയുക, ഇനിയും കമൻറ്റ്സ് അയക്കുക. അപ്പോൾ നമ്മൾ കമൻറ്റ് അയക്കണവരുടെയൊക്കെ പേര് നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നതായിരിക്കും. അപ്പോൾ കുറേ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതിലൊക്കെ കമൻറ്റ്സ് അയക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലെ അടിപൊളി അതെ അല്ലേ, ആദ്യം ഇവിടെ വലിയ ലൈക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.